ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഈ പാകിസ്ഥാനുമായി എന്ത് ചർച്ചയാണ് നമ്മൾ നടത്തേണ്ടത്? ഈ പാകിസ്ഥാനുമായി എന്ത് ഉഭയകക്ഷി ബന്ധമാണ് നമ്മൾ പുലർത്തേണ്ടത്? നമ്മൾ അയൽക്കാരനെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് മറ്റു ചോയ്സസ് ഇല്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ നിർഭാഗ്യം. അതൊരിക്കൽ കൂടി തെളിയിക്കുന്നു. നമ്മുടെ അയൽക്കാരൻ്റെ കാഴ്ചയാണ്, നമ്മുടെ അയൽക്കാരൻ്റെ സ്വഭാവമാണ് ഒരിക്കൽ കൂടി തെളിയുന്നത്. നമുക്കൊക്കെ പറയാം, നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ എത്രയെത്ര സമാധാന ശ്രമങ്ങളുടെ പാത നമ്മൾ തുറന്നു കൊടുത്തു, എത്രയെത്ര സമാധാനത്തിൻ്റെ ബസ് അയച്ചു, എത്രയെത്ര സമാധാനത്തിൻ്റെ പാതകൾ തുറന്ന് നമ്മൾ വാതിലുകൾ തുറന്ന് നമ്മൾ അവരെ സ്വീകരിച്ചു, എത്രയെത്ര രീതിയിൽ നമ്മൾ അവരെ സഹായിച്ചു. പക്ഷേ ഇതൊന്നും പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുക. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുന്നു എന്ന് മാത്രവുമല്ല, ഒരു മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ നിർദ്ദേശം ആ രാജ്യത്തെ തന്നെ സൈനികർ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാരാണ് നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിൽ? ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ന് 3:35 ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ച് ഒരു വെടിനിർത്തലിന് തയ്യാറാവുന്നു. ആ വെടിനിർത്തൽ കൃത്യം 3 മണിക്കൂർ കഴിയുമ്പോൾ ആ രാജ്യത്തെ തന്നെ സൈനികർ പാലിക്കാതിരിക്കുന്നു. ഇതെന്ത് സൈന്യമാണ്? സുനിൽ, നമുക്ക് മനസ്സിലാവുന്നതേയില്ല. ഇതെന്ത് സൈന്യമാണ്? ഒരു സൈന്യത്തിന് വേണ്ടുന്ന മിനിമം അച്ചടക്കം, ഒരു സൈന്യത്തിന് വേണ്ടുന്ന മിനിമം ഓർഡർ, ഡിസിപ്ലിൻ, മിനിമം മര്യാദ പാകിസ്ഥാൻ പാലിച്ചിരുന്നെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നൽകിയ വാക്ക് പാലിക്കുമായിരുന്നു. ഈ രാത്രിയിൽ ഇന്ത്യൻ സേന ഇവരുടെ വാക്ക് കേട്ട് ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു സുനിൽ? അരുൺ, തീർച്ചയായും അമ്പരപ്പിക്കുന്നതാണ് പാകിസ്ഥാന്റെ നീക്കം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ഒരു ജാഗ്രത കുറവ് കാണിച്ചിരുന്നുവെങ്കിൽ എന്ത് അപകടമായിരിക്കും ഉണ്ടാവുക? ഏതായാലും ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനെ വളരെ വ്യക്തമായി അറിയാം. അതൊരു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വൃത്തികെട്ട രാഷ്ട്രമാണ്, വാക്കുപാലിക്കാത്ത രാഷ്ട്രമാണ്, ഒരു സംവിധാനവും ഇല്ലാത്ത, ഒരു സിസ്റ്റവും ഇല്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം നല്ല ജാഗ്രതയിലായിരുന്നു, കൃത്യമായ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. ഏതായാലും അന്താരാഷ്ട്ര അതിർത്തിയിൽ ആദ്യം ഈ ഒരു RS-പുരിയിലടക്കം വലിയ വെടിവെപ്പ് തുടങ്ങിയപ്പോൾ BSF കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് അനുമതി തേടിയ ശേഷമാണ് തിരിച്ചടിച്ചത്. ഇപ്പോൾ ഇത് കളി മാറുകയാണ്. ഇത് ജമ്മു കാശ്മീരിൽ നിന്ന് രാജസ്ഥാനിലേക്കും രാജസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്കും മാത്രമല്ല, PTIയുടെ ഒരു വിവരം വരുന്നു. സെവറൽ ഡ്രോൺസ് ഹാവ് ബീൻ സ്പോട്ടഡ് ഇൻ കച്ച് ഡിസ്ട്രിക്ട്. ഗുജറാത്തിലെ കച്ചിലേക്കും അവർ അയക്കുകയാണ്. അതായത് എങ്ങനെയാണോ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയത്, ജമ്മു മുതൽ കച്ച് വരെയുള്ള മേഖലകളിൽ അവരെങ്ങനെയാണോ ഡ്രോൺ തുടരെ വിട്ടത്, സമാനമായ രീതിയിലാണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്ക് വിടുന്നു, ബാർമറിലേക്ക് വിടുന്നു, പഞ്ചാബിലെ ഗുരുദാസ്പൂരിലേക്കും ഫിറോസ്പൂരിലേക്കും വിടുന്നു, ഒപ്പം കാശ്മീരിലെ രജൌരിയിലേക്ക് വിടുന്നു, നേരത്തെ ശ്രീനഗറിലേക്ക് വിടുന്നു, ഇപ്പോൾ കച്ചിലേക്ക് വിടുകയാണ്. സുനിൽ, ഇന്നലെ അവർ തിരഞ്ഞെടുത്ത അതേ സ്ഥലങ്ങളിലേക്ക് വീണ്ടും വിടുകയാണ്. ഇതെന്താണ്? അവർക്കൊരു ആചാരമാണോ ഇത്? വൈകുന്നേരം 8:40 ആകുമ്പോഴേക്കും അവരുടെ ഭാഗത്തുനിന്ന് ഡ്രോണുകൾ എടുത്ത് ഇന്ത്യയുടെ ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് അവരിങ്ങനെ പറത്തി വിടുകയാണ്. സുനിൽ, തീർച്ചയായും 4 സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ അതേ സമയത്ത് ഇതുപോലെ പ്രകോപനം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പറഞ്ഞ വാക്ക് പാലിക്കാത്ത പാകിസ്ഥാൻ എന്ന് തന്നെ പറയാം. ഏതായാലും ഈ 4 സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തിലായിക്കോട്ടെ, പഞ്ചാബിലായിക്കോട്ടെ, ജമ്മു കാശ്മീരിലായിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുന്ന സാഹചര്യമാണ്. അപ്പോൾ ബ്ലാക്ക് ഔട്ട് ആവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് വരുന്നു. ഏതായാലും സൈന്യത്തിന് കൂടുതൽ ജാഗ്രതയിൽ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വെടിനിർത്തൽ എന്നത് താൽക്കാലികം മാത്രമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു ധാരണയും മറ്റൊരു തീരുമാനവും ഈ വിഷയത്തിൽ ഇന്ത്യ എടുത്തിട്ടില്ല. പാകിസ്ഥാനുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ റദ്ദാക്കൽ തീരുമാനങ്ങളിലൊന്നും യാതൊരു മാറ്റവുമില്ല. പ്രത്യേകിച്ച് ജലമൊഴുക്കുന്ന കാര്യത്തിലടക്കമെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിലും ഇന്ത്യ മാറ്റം വരുത്തിയിട്ടില്ല. ആകെ പാകിസ്ഥാൻ്റെ ആവശ്യം അംഗീകരിച്ച്, അഭ്യർത്ഥന അംഗീകരിച്ച്, അതിപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദഫലമായിട്ടാകാം, പക്ഷേ എങ്കിൽ പോലും പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ച് അവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഹെഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഹെഡ് അക്കാര്യം കേന്ദ്ര സർക്കാരുമായി ആശയവിനിമയം നടത്തി അക്കാര്യം അംഗീകരിച്ച് വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിക്കുന്നു. ഇത് പാകിസ്ഥാൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ആവശ്യമായ വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിച്ചിട്ട് പോലും അത് പാലിക്കാൻ പാകിസ്ഥാന് കഴിയാത്തൊരു സാഹചര്യം എന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്.
പാകിസ്ഥാൻ എന്നൊരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ പരാജയമാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. ഇന്ന് കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകിയത്. പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ വലിയ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ വ്യോമതാവളങ്ങളിൽ, മിലിറ്ററി താവളങ്ങളിലേക്കൊക്കെ തന്നെ അയച്ച ഹൈ സ്പീഡ് മിസൈലുകളൊക്കെ തന്നെ ഇന്ത്യ തകർത്തും കളഞ്ഞു. അങ്ങനെ ശക്തമായ മറുപടിയും നൽകി. അങ്ങനെ മറുപടി നൽകി അവസാനം ഒടുവിൽ പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന അംഗീകരിച്ച് ഇന്ത്യ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ട് അത് പാലിക്കാൻ കഴിയാത്ത ഒരു രാജ്യം, തീർച്ചയായും ആ രാജ്യത്തെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യം ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഇപ്പോൾ വെടിനിർത്തൽ ധാരണ എന്നൊരു തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പുറകോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത് ഇന്ത്യ തീർച്ചയായും ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവർ, കേന്ദ്ര പ്രതിരോധ മന്ത്രി, സംയുക്ത സേനാ മേധാവി, സേനാ തലവന്മാർ, പ്രതിരോധ സെക്രട്ടറി എന്നിവരൊക്കെ തന്നെ ഈ വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ടാകും. ഈ വിഷയങ്ങൾ പരിശോധിച്ച് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കണം ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്ന കാര്യം ഇന്ത്യ ആലോചിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും മറ്റന്നാൾ ഒരു സൈനിക തലത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മിലിറ്ററി ഓപ്പറേഷൻ്റെ ഹെഡ്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച രണ്ട് രാജ്യത്തിൻ്റെയും. അപ്പോൾ ഇങ്ങനെയൊരു പ്രകോപനം തുടരുകയാണെങ്കിൽ ആ ചർച്ച കൊണ്ട് എന്ത് കാര്യം എന്നൊരു വലിയ ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. ഏതായാലും ഒരു മര്യാദയുമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ തെളിയിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു പ്രകോപനത്തിലൂടെ. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും 4 സംസ്ഥാനങ്ങളിലും ഈ ഒരു ബ്ലാക്കൗട്ടുമായി തുടരേണ്ട ഒരു സാഹചര്യം. ഈ ഒരു വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചുകൊണ്ട് ഇവിടുത്തെ വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്ത് അപകടമാകുമായിരുന്നോ ഒരു സാഹചര്യം എന്നുകൂടി ആലോചിക്കണം. കാരണം അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത് എന്നത് തീർച്ചയായും ഇന്ത്യക്ക് നിരീക്ഷിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ഇളവ് ഈ മേഖലയിൽ ആലോചിക്കാൻ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ സർക്കാരിനും തുടരുക. സുനിൽ, ഇപ്പോൾ രജൌരിയിൽ നിന്ന് വീണ്ടും നോബൽ മാരിക്കാരന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. രജൌരിയിൽ വീണ്ടും പാക് ഷെല്ലിംഗ് എന്നാണ് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രജൌരിയിൽ വീണ്ടും പാക് ഷെല്ലിംഗ് എന്നുള്ളതാണ്. ഈ രാജ്യത്തിന് ഇതെന്താണ് സംഭവിക്കുന്നത്?